കിസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 25-ാം തീയതി വൈകുന്നേരം 7:30 നടത്തിയ നമ്മുടെ വായനാ ദിന ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും നമ്മൾ തുടർന്നും ബഷീർ ദിനത്തിലും ഈ ക്വിസുകൾ സംഘടിപ്പിക്കുന്നതാണ്. 3 വിജയികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശിവാനി എസ് പയ്യന്നൂർ, ഐറ മേരി വയനാട്, ഈശ്വർ എം വിനയൻ ചുള്ളിമാനൂർ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഷീറിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഈ വീഡിയോ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബഷീറിൻ്റെ കൃതികളെക്കുറിച്ച്, കഥകളെക്കുറിച്ച് അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമേ തന്നെ നമുക്ക് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രേമലേഖനം, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, നുപ്പൂപ്പക്കൊരാനുണ്ടാർന്ന്, താരാ സ്പെഷ്യൽസ്, മാന്ത്രിക പൂച്ച, ജീവിത നിഴൽപ്പാടുകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ, മരണത്തിൻ്റെ നിഴലിൽ, ശബ്ദങ്ങൾ, മതിലുകൾ എന്നിവയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ നോക്കാം. പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണ്? ആനപ്പൂട, ജന്മദിനം, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ഓർമ്മക്കുറിപ്പ്, പാവപ്പെട്ടവരുടെ വേശ്യ, ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും, ഭൂമിയുടെ അവകാശികൾ, ചിരിക്കുന്ന മരപ്പാവ, വിഡ്ഢികളുടെ സ്വർഗം, യാ ഇലാഹി, പ്രേം പാറ്റ എന്നിവ അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് പ്രസിദ്ധീകരിച്ചത്. അടുത്തതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ലേഖനങ്ങൾ നോക്കാം ഏതൊക്കെയാണെന്ന്. അനർഘ നിമിഷം, സ്മരണകൾ MP പോൾ, ഓർമ്മയുടെ അറകൾ, DC-യും ഒരു ഉണ്ട ക്രിസ്ത്യാനിയും, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. അടുത്തതായി അദ്ദേഹം എഴുതിയ പലവക കൃതികളാണ് നമ്മൾ കാണുന്നത്. നാടകം, തിരക്കഥ, പ്രസംഗം എന്നിങ്ങനെ പലവക കൃതികളാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശിങ്കിടിമുങ്കൻ. ശിങ്കിടിമുങ്കൻ എന്നുള്ളത് കഥാസമാഹാരമാണ്. നേരും നുണയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യോത്തരങ്ങളും കത്തുകളുമാണ്. ചെവിയോർക്കുക അന്തിമ കാഹളം അതൊരു പ്രസംഗമായിരുന്നു. ഭാർഗവീ നിലയം തിരക്കഥ. കഥാബീജം എന്നത് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാടകമാണ്.